ആദ്യം തന്നെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി മസാലയൊക്കെ പുരട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ സാധാരണ മസാലയെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് പെരിഞ്ചീരക പൊടിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇങ്ങനെ ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല തട്ടുകടയിലൊക്കെ പൊരിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി അടുത്തതായിട്ട് കസ്റ്റർഡിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഒരു സാധാരണ ജ്യൂസും പാലിൻ്റെ എന്തെങ്കിലും ജ്യൂസാണ് ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയമായപ്പോഴത്തേക്ക് നമ്മുടെ കസ്റ്റർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ പാല്. ഇനി അതിലോട്ട് സീഡ്ലെസ് ഗ്രേപ്സ് ആയിട്ട് കുറച്ച് ഗ്രേപ്സ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആപ്പിൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കസ്കസ് ആണ്. നമ്മൾ കസ്കസ് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അനാറ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച കസ്റ്റർഡിൻ്റെ പാലും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം. അടുത്ത ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഈ ടാങ്കിൻ്റെ ആ പൊടി കലക്കുന്നില്ല അതായിരിക്കും. കാരണം എൻ്റെ മോന് നിർബന്ധമാണ് കേട്ടോ ടാങ്കിൻ്റെ ആ ഒരു ജ്യൂസ്. അവനത് മാത്രമേ കുടിക്കാറുള്ളൂ. ഈ പാലിൻ്റെതോ വേറെ ഒന്നും തന്നെ അവൻ കുടിക്കാറില്ല. ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് കഴിക്കാറില്ല. അപ്പോൾ ഞാൻ സർബത്ത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ കുറച്ച് നാരങ്ങയും ഈ സർബത്ത് എന്തൊക്കെ നോമ്പ് തുറക്കുമ്പോഴുണ്ടെങ്കിലും ഇതില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാണ്. കാരണം ഇത് കുടിച്ച് കഴിയുമ്പോഴേ ആ ഫസ്റ്റിലുള്ള ദാഹം എന്തായാലും മാറത്തുള്ളൂ. അപ്പോൾ ഇത് മസ്റ്റായിട്ടും എല്ലാ നോമ്പിനും ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതിനുശേഷം ഇതിലും കുറച്ച് കസ്കസ് ചേർക്കുന്നുണ്ട്. കസ്കസ് ഭയങ്കര നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ നോമ്പൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കസ്കസ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വന്നിട്ട് അടുത്ത മെയിൻ കോഴ്സായിട്ട് ഉണ്ടാക്കുന്നത് ഒറോട്ടിയാണ് കേട്ടോ. അപ്പോൾ ഒറോട്ടിയുടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ ഒറോട്ടിന്ന് ഉണ്ടാക്കുന്നത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വളരെ കുറച്ച് മാവാണ്, ഏകദേശം 1 കപ്പൊന്നും ആവശ്യമില്ല ഇവിടെ. അപ്പോൾ ഒരു 3/4 കപ്പോളം മാവിലാണ് ഒറോട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നോമ്പ് തുറന്ന് എന്തെങ്കിലും സ്നാക്സും അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും ഒന്നും വേണ്ട, പിന്നെ കഴിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കുറച്ച് ഒറോട്ടി ചുട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് വടയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉഴുന്ന് വട മതിയെന്ന്. അങ്ങനെ വടയും ഉണ്ടാക്കി ലാസ്റ്റ് നോമ്പ് തുറക്കാറാവുന്നതിന് മുമ്പ്. അപ്പോൾ നോമ്പ് തുറക്കാൻ ടൈം ആയപ്പോഴത്തേക്ക് എല്ലാം പ്രിപ്പയർ ചെയ്ത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ 3ാമത്തെ നോമ്പിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ 4ാമത്തെ നോമ്പിന് ഫാമിലി എല്ലാം വിളിച്ചിട്ടൊരു ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.